വി എസ് അച്യുതാനന്ദന് ശേഷം ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായി കേരള നിയമസഭ കണ്ടിരിക്കുന്ന ആളാണ്. വന്നാലാണ് നമ്മുടെ നാടിനും ഇപ്പോഴുള്ള പ്രവർത്തനം വെച്ച് കാണുമ്പോൾ അങ്ങേരെ പോലുള്ള ഒരു വരണം നമ്മുടെ നാട്ടിൽ. കേരളയിലുള്ള പദ്ധതികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നതിനൊക്കെ തീർച്ചയായിട്ടും വി ഡി സതീശൻ തന്നെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരാനാണ് സാധ്യത. എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. വി എസ് അച്യുതാനന്ദന് ശേഷം ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായി കേരള നിയമസഭ കണ്ടിരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. പിണറായി വിജയൻ ശരിക്കും വയസ്സായില്ലേ, ഇനി വീട്ടിലിരിക്കേണ്ട പിണറായി വിജയന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ആ വയസ്സായതിന്റെ സ്റ്റൈലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇനി അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ്. എന്നെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുന്നത് അദ്ദേഹം മാറിയിരിക്കുന്നുള്ളതാണ്. അപ്പൊ വി ഡി സതീശനെ പോലെ നേതൃപാഠമുള്ള ആളുകൾ കടന്നു വരണം. കഴിവുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ നമ്മൾ കാണുന്നതാണ്. ശക്തമായ പ്രതിഷേധം ആ നിയമസഭയ്ക്കകത്ത് പുള്ളി ഉയർത്തുന്നുണ്ട്. അദ്ദേഹം കഴിവുറ്റ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ നേതൃപാഠമുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് വന്നു മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ള ആഗ്രഹം. UDF തൂത്തുവാരും, അതിന് സംശയമില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും. ശരിക്കും പറഞ്ഞാൽ വിഷയാധിഷ്ഠിത കാര്യങ്ങളിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിനും അത് അകത്തും പുറത്തും തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ തന്നെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വി ഡി സതീശൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ UDF നേതാക്കന്മാരെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള പുള്ളിയുടെ കഴിവ് ഉണ്ട്. അതുപോലെ തന്നെ കേരളയിലുള്ള പദ്ധതികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പുതുയുഗ യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നു. സംസാരത്തിൽ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഏത് വിഷയമായാലും നമുക്ക് ഏറ്റവും നല്ലൊരു അനുയോജ്യമായ ഉത്തരം കൃത്യമായിട്ട് ലഭിക്കുന്നു. നിയമസഭയ്ക്ക് അകത്തായാലും പുറത്തായാലും ഓഡിയൻസിൻ്റെ ആയാലും എല്ലാ രീതിയിലും ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ്. വളരെ മുമ്പേ മാറി നിൽക്കേണ്ട സമയമായി, അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വി ഡി സതീശൻ തന്നെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആവണം. കഴിവുള്ളവർ വേണം. നമ്മുടെ കുറെ കടൽ കടവന്മാരൊക്കെയാണ് ഇപ്പൊ ഈ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ശാപം. നമ്മുടെ ചെറുപ്പക്കാരും മുമ്പിലേക്ക് വരുന്നില്ല. അവരവരുടേതായ ആൾക്കാരെയൊക്കെ ആയിട്ട് എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഒരു ചാൻസും ഇല്ല. അവരെയൊക്കെ വെട്ടി നിരത്തി അവരുടെ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണമുള്ള ഒരു കാഴ്ച വെക്കണേ. അപ്പൊ അതിന്റെ ഒരു മനസ്സിലൊരു വിഷമവും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട്. ഇത്തവണ ജനങ്ങള് മാറി ചിന്തിക്കണമല്ലോ. തൂത്തുവാരണമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എന്താ വെച്ചാൽ ജനം മടുത്തു. അപ്പൊ അതിന്റെ ഒരു പ്രതികരണം എന്തായാലും ജനങ്ങളിൽ നിന്ന് ഇത്തവണ ഉറപ്പായിട്ടുണ്ടാവും. വീട് തന്നെ വരണാണ് ഭംഗി. വന്നാലാണ് നമ്മുടെ നാടിനും ഇപ്പോഴുള്ള പ്രവർത്തനം വെച്ച് കാണുമ്പോൾ അങ്ങേരെ പോലുള്ള ഒരു വരണം നമ്മുടെ നാട്ടിൽ. അതാണ് നിലപാട് പുള്ളിയുടെ കൃത്യമാണ്. പക്ഷെ പലരും പല രീതിയിലും പുള്ളിയെ കുറ്റം. അതിപ്പോ മനുഷ്യന്റെ കാര്യങ്ങളാണല്ലോ. അതിപ്പോ അവരുടേതായ ഒരു ശൈലികൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് പറയും. പക്ഷെ നമ്മൾ വ്യക്തി എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് അങ്ങേര് വരണം. മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വന്നാലാണ് നമ്മുടെ നാടിനും നമ്മുടെ നമുക്കൊക്കെ അതിലെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ വരണ നാട്ടിലില്ല. അപ്പൊ അതിനൊരു ഇവരുടെ ഭരണം കൊണ്ടാണ് അതൊക്കെ പോയത്. അപ്പൊ അവര് തിരിച്ചു വരാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ കേരളം, നമ്മുടെ ഇനി ഭരിക്കാൻ പോകുന്ന ആൾക്കാരും നമുക്ക് അതിന് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജുകൾ ഇങ്ങനെയൊക്കെ ഒക്കെ പുറത്തുപോയി പഠിക്കുന്നു. പാവങ്ങള് കഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്ത് അതുങ്ങൾക്ക് പോയി പഠിച്ച് അപ്പൊ അതിൽ നല്ല നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരികയാണെങ്കിൽ ഇത് വന്നതൊക്കെ അവർ മുടക്കാണല്ലോ. ഇപ്പോഴത്തെ സർക്കാരെല്ലാം മുടക്കി കളഞ്ഞില്ലേ. നമ്മുടെ മക്കൾക്കോ നമുക്കോ ആർക്കെന്ത് എന്ത് നമുക്ക് ഇപ്പൊ കാലത്ത് ഓടിക്കുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. കാലത്ത് ഓടി കിടന്നിട്ട് ഒരു 100 രൂപക്കുള്ള ഓടിയിട്ടുള്ളത്. വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ ഇപ്പൊ കറണ്ട് ആച്ചെന്ന് കെട്ടിയിൽ ഇപ്പൊ ഊരെന്ന് പറഞ്ഞ് വന്ന് വിളിച്ചു. അതുപോലെ ഒരു കടം മേടിച്ചിട്ട് കൊണ്ട് കെട്ടി. അപ്പൊ നമ്മുടെ സാധാരണ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ എന്തിനു മേടിക്കണ്ടേ? റേഷനരി ഇടുന്നത് കൊണ്ട് പിന്നെ ആ ഒരു തലവേദന ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ജീവിതം വളരെ മോശമായിട്ട് പോകണു. മാറ്റം നമുക്ക് എന്തായാലും വേണം. UDF വന്നാലേ ശരിയാവുള്ളൂ.